വെൽക്കം ടു ജനൽ ദേഗിസാൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്ന പടം വരയ്ക്കാൻ പോവാണ്. എൻ്റെ പേരാണ് കുക്കുബിറ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ ഗായ്സ്, ഞാനിവിടെ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വേണ്ട കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഗായ്സ്, ഇത്രയും കളേഴ്സാണ് വേണ്ടത്. ഒരു ലൈറ്റ് ബ്രൗൺ വേണം, ഒരു ഡാർക്ക് ബ്ലൂ വേണം, പിന്നെ ഡാർക്ക് ബ്രൗൺ വേണം. ഈ കളർ വേണ്ട, പിന്നെ ഈ കളർ വേണം, പിന്നെ ഈ കളർ വേണം, ഈ കളറും വേണം. അപ്പോൾ ഗായ്സ്, നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഓക്കെ ഗായ്സ്, നമ്മൾ ആദ്യം എന്താ വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കുബറയുടെ കണ്ണാണ് വരയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അവിടെ നോക്ക്, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ കാണോ ഗായ്സ്? എന്നിട്ട് അതിനകത്ത് ഒരു സർക്കിളും കൂടെ വരച്ചു, ഒരു കുഞ്ഞു സർക്കിളേ. ഓക്കെ, ഇനി കണ്മണിയാണെങ്കിൽ ഇവിടെ മാത്രം, ഇതിനകത്ത് ഈ സർക്കിളിനകത്ത് മാത്രം കളർ അടിക്കുക, ഇതിനകത്ത് കളർ അടിക്കല്ലേ. ബസ് നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടതുണ്ട്, ആ അകത്തുള്ള കുഞ്ഞ് സർക്കിളിന് കളർ അടിക്കാതെ ഇവിടെ മാത്രം നമ്മൾ കളർ അടിക്കണം ഗായ്സ്. എന്നിട്ട് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കാലാണ് വരയ്ക്കേണ്ടത് ഗായ്സ്. കാല് വരയ്ക്കാൻ നമ്മൾ 2 W വരയ്ക്കാം. W വരയ്ക്കാൻ അറിയാവോ? അതെ, ഇങ്ങനെ വരച്ചാൽ മതി. വരയ്ക്കാവോ? അപ്പോൾ നമ്മൾ കൺമണിക്കുട്ടിയും വരയ്ക്കുന്നുണ്ട് ഗായ്സ്. അതുപോലെ അതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം, അതുണ്ട മേളിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് W 2 വരച്ചിട്ട് എന്നിട്ട് എൻ്റെ മേളിൽ ഇതണ്ട ഇങ്ങനെ ലൈൻ വരയ്ക്കുക ഗായ്സ്. ഇങ്ങനെ അതിനെ വരച്ചിട്ട് കാണിച്ചു തരാം. ഇതുണ്ട ഇങ്ങനൊരു നമ്മുടെ കുക്കുബോർഡ് ഒരു കമ്പയിലാണ് ഇരിക്കുന്നത്. ചുടന്നി എന്നിട്ട് അതിൻ്റെ അടിയിലൊരു കമ്പും കൂടെ, ഇതേ മുട്ടല്ല കേട്ടോ, ഇതേ മുട്ടാതൊരു കമ്പും കൂടെ. എന്നിട്ട് ഗായ്സ് നമുക്ക് ഇങ്ങനൊരു ലൈൻ വരയ്ക്കണം ഗായ്സ്. ഇതുപോലെ നമ്മൾ കമ്പ് വെച്ചിട്ട് ഇങ്ങനെ നോക്കണേ, ഇങ്ങനെ ലൈൻ വരയ്ക്കാം. വരച്ചോ? ഓക്കെ, അപ്പം നമ്മൾ കൺമണിയും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വേണ്ട ഇങ്ങനെയൊരു ലൈൻ വരയ്ക്കണം ഗായ്സ്. ലൈൻ വരച്ചോ? ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ഈ സിഗ്സാക്ക് പോലെ എണ്ണം വരച്ചിട്ട് പിന്നെ ഇങ്ങനെയുള്ള ലൈൻ, എന്നിട്ട് അസുഖം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. കണ്ടോ, ഒരു ഹുക്ക് പോലെ വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ഈ ഹുക്ക് തിരിച്ച് പുറകിലോട്ട് കൊണ്ടുവരണം. ഗായ്സ്, വരയ്ക്കട്ടെ. ഈ ഒരു ഹുക്ക് ഇങ്ങനെ തിരിച്ച് പുറകിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഞാൻ അടുത്ത ഗാസിനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. എൻ്റെ കണ്ണു വെച്ചു അതുണ്ട് ഗാസ്. എന്നിട്ട് നമ്മളിങ്ങനെ ശരിയായില്ല സാലാട്ടോ ഗാസ്. ഇങ്ങനെ ഇവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കണം. അത് ഞാനൊന്ന് ഇത് തൂത്തിട്ടൊന്ന് വരയ്ക്കട്ടെ ഗാസ്. ആ റബ്ബർ അവിടെ കൺമണിയുടെയും തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ കൺമണിയും ഒന്ന് തൂക്കട്ടെ. നിങ്ങളിങ്ങനെ എൻ്റെ ചുണ്ട് വരച്ച് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. അതിൻ്റെ ചുണ്ടാണ്, ചുണ്ടിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ണ് ഇച്ചിരി പൊക്കി വരച്ചാട്ടോ ഗൈസ്. ഇവിടെ ഒരു കണ്ണ് കുറച്ച് വലുതായിക്കോട്ടെ, എന്താ വെച്ചാൽ നമ്മൾ ഒരു കാർട്ടൂൺ വെർഷനാണ് വരയ്ക്കുന്നത്. കണ്ണ് നോക്കണ്ട കേട്ടോ. നമ്മൾ കുക്കുബറയുടെ കണ്ണ് റെഡിയായി. ഇനി നമ്മൾ ഇത് ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ട് ഇങ്ങനെ നേരെ താഴോട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. വരച്ചോ? ഇനി ഗായ്സ്, നമുക്ക് ഇവിടെ ഒരു സിഗ്സാക്ക് ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ വരയ്ക്കുവാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടുള്ള ലൈൻ, അത് കുറച്ച് നീറ്റ് വയ്ക്കാം. ഗായ്സ്, ഇങ്ങനെ താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ താഴോട്ടൊരു ലൈൻ വരയ്ക്കണം നമുക്ക്.
എന്നിട്ട് നമുക്ക് കുക്കുബറയുടെ അടിയിൽ അത് നമ്മുടെ മരം ഇച്ചിരി വലുതാണ്ട് അത് കാണത്തില്ല ഗായ്സ്. ഇനി നമുക്ക് കുക്കുബറയുടെ വാല് വരയ്ക്കാം. നമ്മളൊരു വലിയ വാലാണ് കുക്കുബറയ്ക്കുള്ളത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഗായ്സ് നമ്മുടെ കുക്കുബറയുടെ ഇതാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വാലയിലുള്ള ഫെതേഴ്സ് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു ഡബ്ല്യൂടെ റോയാണ് ഗായ്സ്. ഇതുണ്ടാവും. ഇതുപോലെ ഡബ്ല്യൂസ് വരയ്ക്കണം കേട്ടോ. ഇതുള്ള കുറേ ഇവരെ നമുക്കിങ്ങനെ കുറേ ഡബ്ല്യൂസ് വരയ്ക്കാം. ഡബ്ല്യൂ എന്നല്ല, ഒരു സിഗ്സാക്ക് പോലെ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പിന്നെ ലാസ്റ്റ് 2 വെച്ചിട്ട് നമുക്കിങ്ങനെ താഴോട്ട് കുറച്ച് ലൈൻസ് വരയ്ക്കാം. ഇനി ഗായ്സ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുക്കുബറ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കളർ അടിക്കാം. ഗായ്സ് ഇനി നമുക്ക് നമ്മുടെ കുക്കുബറെ കളർ അടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന കളർ തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നത്. ആദ്യം കൺമണിയാണെങ്കിൽ ഈ യെല്ലോ എടുക്കുക ഗായ്സ്. നമ്മൾ ഈ ഒരു യെല്ലോ ആണ് എടുക്കുന്നത്. ഈ കളർ യെല്ലോ കണ്ണെടുത്താ. അയ്യോ യെല്ലോ എടുത്തോ. നമ്മുടെ ബ്രൗൺ ഒരു ഡാർക്ക് ബ്രൗൺ കൊണ്ട് ഒരു ഡീറ്റെയിൽ വരയ്ക്കാനുണ്ട്. ഇനി യെല്ലോ എടുത്തിട്ട് നമ്മളെ കുക്കുബറയുടെ ഈ ചിറകടിക്കല്ലോ, ഈ മേത്ത് മാത്രം ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡ് അടിച്ചോ, മേത്ത് മാത്രം. ഓക്കെ ഗായ്സ്, നമ്മുടെ കുക്കുബറയുടെ മേത്ത് മാത്രം ഒരു ലൈറ്റ് ഷെയ്ഡ് അടിച്ചിട്ടുണ്ട്. കമ്പനി അടിച്ചോ? ഓക്കെ ഗായ്സ്, ഇങ്ങനെ അടിച്ചിട്ട് സത്ര മതിയിട്ട് എന്ന് വെച്ചാൽ ഒരു ഷെയ്ഡിങ് പോലെ വരാനുള്ളതാണ്. ഇപ്പം ഇതുപോലെ വെള്ള പാച്ചസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ഡാർക്ക് ബ്രൗൺ എടുക്കണം. ഇതുപോലത്തെ ബ്ലാക്ക് പോലത്തെ ബ്രൗൺ ഉണ്ടോ? അതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഗായ്സ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം. അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ കുറുകിയ ഒരു ലൈൻ വരച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇനി ഗായ്സ് അവിടുന്ന് ഇപ്പുറത്തും കൂടെ നമുക്ക് അങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഗായ്സ് നമുക്ക് ഈ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഒന്ന് കവർ അടിച്ചു കൊടുക്കണം. ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് മതി കേട്ടോ ഗായ്സ്. അവിടെ ആ ഒരു ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ അവിടെ വരേണ്ടതാണ്. സാരമില്ല, എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റും. പക്ഷെ മിസ്റ്റേക്ക് പറ്റുന്നതല്ല എൻ്റെ കാര്യം. ഹാവ് ഫൺ, അതാണ് എൻ്റെ കാര്യം. ഇനി ഗായ്സ് നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സെയിം ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് ഗായ്സ് കണ്ട് ഇവിടെ നമുക്ക് അടിക്കണം. ഈ നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ ഒരു ലൈൻ ഇല്ലേ, അതേലും നമുക്ക് ഇങ്ങനെ അടിക്കാം. ഉണ്ട് ഈ കണ്ണിൻ്റെ ഇവിടെ ഉള്ള ഇതേലും നമുക്ക് അടിക്കാം. അടിച്ചോ? ഇനി നമ്മളുടെ ഈ ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് ഇത് കണ്ട ഗായ്സ് കൺമണി നോക്കിക്കാണേ. ഇതാണ് നമുക്ക് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ ചുണ്ടിൻ്റെ ഈ സ്ഥലത്ത് ഇങ്ങനെ അടിക്കാം. അങ്ങനെ ചുണ്ടയിലും കൂടെ കുറച്ച് അടിച്ചോ. ഓക്കെ ഗായ്സ്, ഇങ്ങനെ നമുക്ക് ചുണ്ടിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കുറച്ച് അടിക്കാം. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് ഇവിടെ ഈ ചിറകിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇച്ചിരി കട്ടി കൂട്ടിക്കോ ഗായ്സ്. അതെന്ത് കൺമണി എന്തൊരു പ്രശ്നം പറ്റി. ഇതായിരുന്നു നിൻ്റെ ബ്ലാക്ക് ബ്രൗൺ അല്ല, ഡാർക്ക് ബ്രൗൺ. അതുകൊണ്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. കാല് മാറ്റിക്ക്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗായ്സ് നമുക്ക് അടുത്ത ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ കുക്കുബറയുടെ ചിറക് അടിക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ആക്വാ സ്കൈ ബ്ലൂ എടുക്കാം കേട്ടോ. സ്കൈ ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഈ ഒരു ബ്ലൂ എടുക്കുന്നത്. ബ്ലൂ ഉണ്ട്, ഈ ബ്ലൂ അതുണ്ടോ എനിക്ക്? ഇങ്ങനത്തെ ബ്ലൂ കാണിച്ച അല്ല, ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് അതെടുത്തിട്ട് നമ്മുടെ ഈ ചിറകിൻ്റെ ഇവിടെ ഇങ്ങനെ അടിക്കാം.
ചിറകിൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ അടിക്കാം. ഓക്കെ കഴിഞ്ഞ. ഇനി അടുത്ത് നമ്മുടെ ഡാർക്ക് ബ്രൗൺ എടുത്തേ. എടുത്താ ആദ്യം എടുത്തില്ല മറ്റേ ബ്ലാക്ക് പോലത്തെ ബ്രൗൺ. അത് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഇവിടെ ഇങ്ങനെ അടിക്കാം കേട്ടോ ഗൈസ്. അതെന്റെ ഇങ്ങനെ അടിക്കണം ഗൈസ്. നമ്മുടെ വാലിന്റെ ഇവിടെ ഇങ്ങനെ അടിക്കുക ഗൈസ്. നോക്ക് നോക്ക് നോക്കിയിട്ട് അടിക്കുന്നത് അറിയത്തില്ലല്ലോ എവിടെ അടിക്കണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ വാലിന്റെ ഇവിടെ ഇവിടെ ഫുൾ അടിക്കരുത്, അവിടെ ഒരു വൈറ്റ് വേണം ഗൈസ്. ഓക്കെ ഗൈസ് അടിച്ചു കഴിഞ്ഞാ അടിച്ചോ? അടിച്ചെങ്കിൽ ഈ സെയിം ബ്ലൂ തന്നെ എടുത്തേ. നമ്മള് ആദ്യം എടുത്തില്ല, ചിറകിനെ അടിക്കാൻ എടുത്തില്ലേ, എടുക്കാം. ഈ ലൈറ്റ് ബ്ലൂ തന്നെ വീണ്ടും എടുത്തിട്ട് നമ്മുടെ ഈ വാലിൻ ഇത് സമയത്ത് നമ്മുടെ ഈ വാലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു വൈറ്റ് ഇടുന്ന, ആ വൈറ്റ് ഇട്ടേക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ അടിക്കാം വാലിൻ്റെ. അടിച്ചിട്ട് അടിക്കുവാണ്. ഇനി ഗൈസ് ഈ തുമ്പത്ത് നമ്മൾ ഇതുണ്ട്, ഇവിടെ നമ്മളിങ്ങനെ ലൈൻസ് വരച്ചില്ലായിരുന്നു. ഗൈസ് ഇവിടെ നമ്മൾ ലൈൻസ് വരച്ചില്ലായിരുന്നു. ആ ലൈൻസിനകത്ത് ഇതുപോലെ നമുക്ക് ബ്ലൂ കളർ അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ബ്ലൂ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ ആ വാലിൻ്റെ തുമ്പത്ത് ഇങ്ങനെ അടിക്കാം, ഷെയ്ഡ് ചെയ്യാൻ. ഇത് ബ്ലൂ ഡാർക്ക് ബ്ലൂ. അതിൻ്റെ മേളിൽ ഇങ്ങനെ അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒന്നും കൂടി ലൈറ്റ് ബ്ലൂ വെച്ച് ചെയ്യാട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഇങ്ങനെ കുറേ സ്ട്രോക്സ് ചെയ്യണം ഗൈസ്. അത് ബ്രൗൺ അല്ലേ, ഇങ്ങനെ നമുക്ക് സ്ട്രോക്സ് ചെയ്യാം. അയ്യോ ഓക്കെ ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ അത് എടുത്ത് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ഇല്ലല്ലോ. സോ ഇനി അടുത്ത നമ്മുടെ എന്തായിരുന്നു പീച്ച് എടുത്തില്ല, പീച്ച് ഈ ഒരു പീച്ച് എടുത്തിട്ട് നമുക്ക് എൻ്റെ ചുണ്ട് പീച്ചല്ല ഈ ഒരു ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് നമ്മുടെ ഇതിൻ്റെ ചുണ്ടിൻ്റെ ഈ അടിവശത്ത് മാത്രം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചോ? ഇവിടെ സാരില്ല. ഇനി അടുത്ത് അതിൻ്റെ മേലെ കൂടെ നീങ്ങി മറ്റേ ലൈറ്റ് ബ്ലൂ അടിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് അതിൻ്റെ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ എടുക്കും. നമ്മുടെ ലൈറ്റ് ബ്ലൂ കണ്ടോ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് ബ്ലൂ എടുക്കണം. നമ്മുടെ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ചുണ്ടിൻ്റെ തുമ്പത്ത് ഇങ്ങനെ അടിക്കുക കേട്ടോ ഗൈസ്. ഇനി അടുത്ത് നമ്മുടെ പീച്ച് കളർ എടുത്തിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്തും കൂടി ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലത്തെ ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഗൈസ് എൻ്റെ കാലിൽ. എന്നിട്ട് നമ്മുടെ പീച്ച് എടുത്തിട്ട് അത് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ, അന്നേരം ബ്ലെൻഡ് ആയിക്കോളും. ഇനി അടുത്ത് നമ്മുടെ ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ ഡാർക്ക് ആവുകൊണ്ട് മേളിലോട്ട് പോകുന്നവരെ ഇങ്ങനെ ലൈറ്റായി വരും കേട്ടോ ഗൈസ്. ഡാർക്ക് ലൈറ്റായി വരും. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഒന്ന് ചെയ്യാം. അത് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഡാർക്കാവും. ഇവിടെ അടിയിൽ ഡാർക്ക്, പിന്നെ മേളിലോട്ട് വരുമ്പോൾ ലൈറ്റ്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മുടെ കുക്കുബറ അടിക്കുന്ന വീഡിയോ, കുക്കുബറ വരയ്ക്കുന്ന വീഡിയോ ഗായ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ബൈ ബൈ. ബസ് അതിന് മുന്നേ
കാര്യമുണ്ട്, ഞാനുണ്ടല്ലോ ഗൈസ് ഇതിന്റെ സെയിം കോപ്പി ഇപ്പുറത്തും വരച്ചിട്ടുണ്ട് ഗൈസ്. ഇതുപോലെ ഇതുണ്ടല്ലോ ഗൈസ്, ഇത് മെയിലും ഫീമെയിലും ആയിട്ടാണ് പറയുന്നത്. കണ്ടത് ഫീമെയിലിന്റെ ചുണ്ടിന് ഇങ്ങനെ കളർ കുറവായിരിക്കും ഗൈസ്, ഞാൻ യൂട്യൂബ് കണ്ടാണ്. അപ്പം ഇതുണ്ടോ മെയിലിന്റെ ചുണ്ട് കണ്ടോ, നല്ല കളറാണ് കേട്ടോ. അതും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ്. അതാണ് മെയിലും ഫീമെയിലും കുബറേനെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇത് ഞാനുണ്ടല്ലോ കുറച്ചുകൂടെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ കണ്ണ് കുറച്ചുകൂടെ നിങ്ങൾ ഇതാണ് ഇതുപോലെ ഡാർക്ക് ചെയ്യണം, സ്കെച്ച് വെച്ച് ഡാർക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗി വരും. അപ്പോൾ ഗൈസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. കമ്പിളിയുടെ കുക്കുബർ ഇവിടെ, കമ്പിളിയുടെ കുക്കുബർ അടച്ചു വെച്ചാൽ അത് ഗൈസ് കമ്പിളിയുടെ കുക്കുബർ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതാണ് നമ്മുടെ 2 കുക്കുബറാസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയ്ക്ക് വീണ്ടും വരിക. അപ്പോൾ നിങ്ങൾക്ക് ബൈ ബൈ.